യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പ്രഭാഷകന്റെ ഗ്രന്ഥം 34-35 അധ്യായങ്ങളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട 30 ചോദ്യോത്തരങ്ങൾ തിരഞ്ഞെടുത്തുള്ള ഒരു വീഡിയോയാണിത്. ഇതിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആരുടെ പ്രതീക്ഷകളാണ് വ്യർത്ഥവും നിരർത്ഥകവുമായിട്ടുള്ളത്? ഉത്തരം: അവിവേകിയുടെ പ്രതീക്ഷകൾ. അവിവേകിയുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ്. എവിടെയാണ് വിജ്ഞാനത്തിനു പൂർണ്ണത ലഭിക്കുന്നത്? ഉത്തരം: സത്യസന്ധമായ ചുണ്ടുകളിൽ. പ്രഭാഷകൻ 34:9 പ്രകാരം വിവേകത്തോടെ സംസാരിക്കുന്നത് ആരാണ്? ഉത്തരം: അനുഭവസമ്പന്നൻ. ദൈവഭക്തന്റെ പ്രത്യാശ ആരിലാണ്? ഉത്തരം: അവന്റെ രക്ഷകനിൽ. തന്റെ ആശ്രയം അറിയുന്നത് ആരാണ്? ദൈവഭക്തൻ. പ്രഭാഷകൻ 34:18. ദൈവഭക്തനാണ് തന്റെ ആശ്രയം അറിയുന്നത്. കർത്താവ് ആരെയാണ് കടാക്ഷിക്കുന്നത്? ഉത്തരം: തന്നെ സ്നേഹിക്കുന്നവനെ. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പ്രഭാഷകൻ എന്താണ് അടുത്തതായി പറയുന്നത്? ഉത്തരം: അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. പ്രഭാഷകൻ 34:20. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി എപ്രകാരമുള്ളതാണ്? ഉത്തരം: പങ്കിലമാണ്. ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത്? ഉത്തരം: നിയമനിഷേധകന്റെ കാഴ്ചകൾ. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല എന്ന് ആരുടെ ബലിയെക്കുറിച്ചാണ് പ്രഭാഷകൻ 34:23 പറയുന്നത്? ഉത്തരം: ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളെക്കുറിച്ച്. പിതാവിന്റെ മുമ്പിൽ വെച്ചു പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് എന്ന് ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ 34:24 പറയുന്നത്? ഉത്തരം: ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നതിനെ കുറിച്ച്. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നതിനെ കുറിച്ച്. പ്രഭാഷകൻ 34:25 അനുസരിച്ച് ദരിദ്രന്റെ ആഹാരം അപഹരിക്കുന്നവൻ ആരാണ്? ഉത്തരം: കൊലപാതകിയാണ്. ദരിദ്രന്റെ ആഹാരം അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. ആരാണ് അയൽക്കാരനെ കൊല്ലുന്നത്? ഉത്തരം: അയൽക്കാരന്റെ ഉപജീവനമാർഗം തടയുന്നവൻ. അയൽക്കാരന്റെ ഉപജീവനമാർഗം തടയുന്നവൻ അവനെ കൊല്ലുന്നു. പ്രഭാഷകൻ 34:27 എന്തിനെക്കുറിച്ചാണ് രക്തച്ചൊരിച്ചിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുന്നതിനെ കുറിച്ച്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുന്നത് രക്തച്ചൊരിച്ചിലാണ്. അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടിയെന്ന് പ്രഭാഷകൻ 34:31 ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം: പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്യുന്നവനെ കുറിച്ച്. നിയമം പാലിക്കുന്നത് എന്തിനു തുല്യമാണ്? ഉത്തരം: നിരവധി ബലികൾ അർപ്പിക്കുന്നതിന്. നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. ഭിക്ഷ കൊടുക്കുന്നവൻ അർപ്പിക്കുന്ന ബലി ഏതാണ്? ഉത്തരം: കൃതജ്ഞതാ ബലി. വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത് എന്ന് പറയുവാൻ കാരണം എന്താണ്? ഉത്തരം: ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നതിനാൽ. പ്രഭാഷകൻ 35:7. എന്തിനെക്കുറിച്ചാണ് അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു എന്ന് പ്രഭാഷകൻ 35:8 പറയുന്നത്? ഉത്തരം: ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്ന നീതിമാന്റെ ബലിയെക്കുറിച്ച്. കർത്താവിനെ എപ്രകാരമാണ് മഹത്വപ്പെടുത്തേണ്ടത്? ഉത്തരം: മനം തുറന്ന്. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തണം. സന്തോഷത്തോടെ കൊടുക്കേണ്ടത് എന്താണ്? ഉത്തരം: ദശാംശം. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത് എന്ന് പ്രഭാഷകൻ പറയുവാൻ കാരണം എന്താണ്? ഉത്തരം: കൈക്കൂലി അവിടുന്ന് സ്വീകരിക്കുകയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത് എന്ന് പറയുവാൻ കാരണം എന്താണ്? ഉത്തരം: കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. ആരുടെ പ്രാർത്ഥനയാണ് കർത്താവ് കേൾക്കുന്നത്? ഉത്തരം: തിന്മയ്ക്ക് വിധേയനായവന്റെ. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങളോളം എത്തുന്നത്? ഉത്തരം: കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവന്റെ. വിനീതനെ കുറിച്ച് പ്രഭാഷകൻ 35 അധ്യായം 21-22 വാക്യങ്ങളിൽ എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിലെത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല. ഇങ്ങനെ 3 കാര്യങ്ങളാണ് വിനീതനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് നിർദ്ദയനോട് എപ്രകാരം പ്രവർത്തിക്കും? ഉത്തരം: അവന്റെ അരക്കെട്ട് തകർക്കും. കർത്താവ് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കും.
ആരുടെ ചെങ്കോലാണ് കർത്താവ് തകർത്ത് കളയുന്നത്? ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൽ കർത്താവ് തകർത്ത് കളയും. പ്രഭാഷകൻ 35:24 എന്തിനൊക്കെ എപ്രകാരം അവിടുന്ന് പ്രതിഫലം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം മനുഷ്യന് പ്രവൃത്തിക്കൊത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനനുസരിച്ചും പ്രതിഫലം നൽകും. എന്താണ് വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ ആശ്വാസപ്രദമായത്? ഉത്തരം കഷ്ടതയിൽ കർത്താവിന്റെ കരുണ വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ ആശ്വാസപ്രദമാണ്. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും നന്ദി.